നിസാർ അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഹാജറ നിസാർ. അഞ്ചാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി നമ്മുടെ മദ്രസയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഹാജറ നിസാറാണ്. ഹാജറ നിസാറിന് സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ജമാഅത്ത് കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും നൽകിയിരിക്കുകയാണ്. ഹാജറ നിസാർ ഹാജറ നിസാർ തജ്വീദുൽ ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ ഈ വർഷം അഞ്ചാം ക്ലാസ്സിൽ 97 മാർക്കോടുകൂടി ടോപ്പ് പ്ലസ് നേടിയ കാരണത്താൽ നമ്മൾ ഒരു മെമൻറ്റോ തയ്യാറാക്കിയിട്ടുണ്ട്, അത് നൽകുകയാണ്. പ്രിയപ്പെട്ട അസേരി ഉസ്താദ് നൽകുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. കുലു തക്ബീർ. അടുത്തത് മുഹമ്മദ് അഫ്സൽ, 7ാം ക്ലാസ്. മുഹമ്മദ് അഫ്സൽ 513 മാർക്ക്. അടുത്തത് മുഹമ്മദ് സഅദ് 486 മാർക്ക്. അടുത്തത് നാജിയ നസ്ർ 447 മാർക്ക്. അടുത്തത് സുമയ്യ 406 മാർക്ക്. കുലു തക്ബീർ. അടുത്ത 5ാം ക്ലാസ് ഹാജറായിക്ക് സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞു. അടുത്തത് ഷിഫാന 463 മാർക്ക്. കുലു തക്ബീർ. അടുത്തത് ഫാത്തിമ 457 മാർക്ക്. കുലു തക്ബീർ. അടുത്തത് ഫിദ അമീർ 453 മാർക്ക്. കുലു തക്ബീർ. അടുത്തത് മുഹമ്മദ് ഹാറൂൻ 450 മാർക്ക്. കുലു തക്ബീർ. അടുത്തത് ഫിദ ഫാത്തിമ 435 മാർക്ക്. ഫിദ ഫാത്തിമ എം. കുലു തക്ബീർ. അടുത്തത് സംഹ 409 മാർക്ക്. സംഹ. അടുത്തത് ആദിൽ മുഹമ്മദ് 408 മാർക്ക്. വന്നില്ല. അടുത്തത് മുഹമ്മദ് ഷാഫി 399 മാർക്ക്. കുലു തക്ബീർ. അടുത്തത് അഫ്നാൻ 388 മാർക്ക്. കുലു തക്ബീർ. അടുത്തത് ഫിദ ഫാത്തിമ എൻ. ഫിദ ഫാത്തിമ എൻ 385 മാർക്ക്. കുലു തക്ബീർ. അടുത്തത് ഐസ 384 മാർക്ക്. കുട്ടി ഇവിടെ ഇല്ല, ഇവിടെ പിന്നെ വന്ന് മേടിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മുഹമ്മദ് സിനാൻ 372 മാർക്ക്. കുലു തക്ബീർ.
ഈ സർട്ടിഫിക്കറ്റ് മേടിച്ച എല്ലാ മക്കൾക്കും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാൻ, മരണം വരെയും കൃത്യമായി നിസ്കരിക്കാൻ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ മാസം നടന്ന SJM സുന്നി ജമിയത്തുൽ മൗലവീൻ കൊല്ലം റേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുഭവക്കുറിപ്പ് മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് മേടിച്ച മുഹമ്മദ് സിഫാറത്ത് അലിയെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കൊല്ലം റേഞ്ച്, ഏകദേശം കൊല്ലം റേഞ്ച് എന്ന് പറയുമ്പോൾ 42 മദ്രസകളുണ്ട്. ആ മദ്രസകളിൽ ഹൈസ്കൂൾ തലത്തിൽ ഒരു പ്രബന്ധ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ആ വിവിധ മദ്രസകളിൽ നിന്നും കരിക്കോട് സെൻട്രൽ വെച്ച് TKM കോളേജിൻ്റെ ഭാഗത്തുള്ള സെൻട്രൽ വെച്ചിട്ട്, SJMൻ്റെ സെൻട്രൽ വെച്ചിട്ട് ആ പരീക്ഷ നടത്തുകയുണ്ടായി കൊല്ലം റേഞ്ചിൻ്റെ നേതൃത്വത്തിൽ. അതിൽ ഹൈസ്കൂൾ തലത്തിൽ 1ാം സ്ഥാനത്ത് നമ്മുടെ ബദറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥിയായ സിഫാറത്ത് അലിയുടെ പ്രബന്ധമാണ് 1ാം സ്ഥാനത്ത് അർഹനായത്. അതിന് റേഞ്ച് അദ്ദേഹത്തിന് നൽകിയ ഒരു മെമൻ്റോ ആണ്. അതോടൊപ്പം തന്നെ സിഫാറത്തിന് നമ്മുടെ റേഞ്ച്, നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ക്യാഷ് അവാർഡും ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട സലീം ഡോക്ടർ അത് നൽകുന്നതാണ്. കുലു തക്ബീർ, കുലു തക്ബീർ. ഇനിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊക്കെ ധാരാളം പ്രബന്ധം എഴുതാൻ അള്ളാഹു സിഫാറത്ത് അലിയുടെ കരങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മദ്രസയിൽ കുഴിയ ഭാഗത്ത് നിന്ന് ദിവസവും ബസ്സിൽ വന്ന് മദ്രസ പഠനം നടത്തുന്ന 2 വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടി ക്യാഷ് അവാർഡ്, പ്രോത്സാഹനം ക്യാഷ് അവാർഡ് നൽകുകയാണ്. നിയാസും അദ്ദേഹത്തിൻ്റെ സഹോദരി നസ്രിയായി. പ്രിയപ്പെട്ടവരെ, ഈ കാശ് അവാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കാശ് അവാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ജമാഅത്ത് കമ്മിറ്റി എന്തിനാണ് ഈ കാശ് അവാർഡ് ഏർപ്പെടുത്തിയതെന്ന് ഞാൻ പറയുകയാണ്. ഈ 2 മക്കളുമാര് കുഴിയത്ത് നിന്ന് ദിവസവും റൂട്ട് ബസ്സിൽ കയറി വളരെ നേരത്തെ അൽഹംദുലില്ലാഹ് മദ്രസയ്ക്ക് എത്തും. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ എത്തുന്നതിന് മുമ്പ് ഈ 2 മക്കളും റൂട്ട് ബസ്സിലാണ് വരുന്നവർ. ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഏകദേശം 40 രൂപ അവർക്ക് ചിലവാകും. എന്നാലും അവർക്ക് ആബ്സെൻ്റ് ഇല്ല. അവിടെയാണ് ജമാഅത്ത് കമ്മിറ്റി ഇവർക്കൊരു കാശ് അവാർഡ് കൊടുക്കണമെന്ന് പ്രിയപ്പെട്ട സെക്രട്ടറി ഇത് അറിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആ മക്കൾക്ക് നല്ല ശോഭന ഭാവി നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ മക്കൾ വളരെ അടുത്തുണ്ടെങ്കിലും അവർ വരുന്ന ഒരുപക്ഷെ മദ്രസ തുടങ്ങി അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പലരും വരുന്നതെങ്കിൽ ഇവർ ആ ബസ്സിൽ കയറിയിട്ട് വളരെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചു വരിക എന്നൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ മക്കൾക്ക് ദ്വാരക്കണം. നമ്മുടെ എല്ലാവരുടെ മക്കൾക്കും അള്ളാഹു നല്ല ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്ത് കമ്മിറ്റിയുടെ കാശ് അവാർഡ് നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി ഉസ്താദ് അവർക്ക് നൽകുന്നു. 2 പേരുണ്ട്. അവൻ്റെ പെങ്ങൾക്കും കൂടെയാണ്. ഞാൻ കൊടുത്താൽ മതി. കുലു തക്ബീർ, കുലു തക്ബീർ. അടുത്തത് ചികിത്സാ സഹായമാണ്. ആദ്യം ആറാട്ടുവിള അബ്ദുൾ റഷീദ് പൊടിയിക്ക എന്നറിയപ്പെടുന്ന അബ്ദുൾ റഷീദ് തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള ചികിത്സാ കാരുണ്യ ധനസഹായം. ഈ ചികിത്സാ സഹായ വിതരണത്തിന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുൽ കരീം അവരുകളാണ്. അദ്ദേഹം നാളത്തെ നമ്മുടെ വജീനത്തിന് ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അബ്ദുൽ കരീം ജോയിൻറ്റ് സെക്രട്ടറി അവരുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ ജമാഅത്ത് വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ അത് നൽകുന്നതായിരിക്കും. അടുത്തതായി